കാർഷിക വാർത്തകൾ. ഏലക്ക, റബ്ബർ എന്നിവയുടെ ലഭ്യത കുറയുന്നു. ആഗോള പ്രതിസന്ധി കാരണം ആഭ്യന്തര മാർക്കറ്റിൽ റബ്ബറിന് ക്വിൻ്റലിന് 100 രൂപ കുറഞ്ഞു. പകൽ സമയത്ത് താപനില ഉയരുന്നത് കാരണം അടുത്ത മാസത്തോടെ ഹൈറേഞ്ചിലെ പല ഭാഗങ്ങളിലും ഏലക്ക വിളവെടുപ്പ് സ്തംഭിക്കാനിടയുണ്ട്. കുമളിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ കയറ്റുമതി സമൂഹവും ആഭ്യന്തര വ്യാപാരികളും ഉത്സാഹിച്ചു. ശരാശരി ഇനങ്ങൾ കിലോ 3169 രൂപയിലും മികച്ച ഇനങ്ങൾ 3366 രൂപയിലും കൈമാറി. മൊത്തം 71,481 കിലോഗ്രാം ഏലക്ക വന്നതിൽ 71,348 കിലോയും വിറ്റഴിഞ്ഞു. രാജ്യാന്തര റബ്ബർ മാർക്കറ്റിൽ ഷീറ്റ് വില ഇടിഞ്ഞതിനാൽ ടയർ നിർമ്മാതാക്കൾ ആഭ്യന്തര റബ്ബർ വില ക്വിൻ്റലിന് 100 രൂപ കുറച്ചു. വ്യവസായികൾ ഷീറ്റിനായി കൊച്ചി, കോട്ടയം വിപണികളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന പകൽ ചൂട് മൂലം പല ഭാഗങ്ങളിലും പാൽ ലഭ്യത ചുരുങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ഈ അവസ്ഥയിൽ അടുത്ത മാസം ഉൽപാദകർ റബ്ബർ ടാപ്പിംഗിൽ നിന്നും പൂർണ്ണമായും പിന്തിരിയാം. 4ാം ഗ്രേഡ് ഷീറ്റ് വില 18,800 രൂപ, ഒട്ടുപാൽ 12,900 രൂപയിലും ലാറ്റക്സ് 12,200 രൂപയിലും വ്യാപാരം നടന്നു. മുഖ്യ വിപണികളിൽ വെളിച്ചെണ്ണ വില സ്റ്റഡിയാണ്. കൊച്ചിയിൽ വെളിച്ചെണ്ണ 22,100 രൂപയിലും കൊപ്ര 14,700 രൂപയിലുമാണ്. തമിഴ്നാട്ടിലെ മില്ലുകാർ എണ്ണവില ഉയർത്തി. എന്നാൽ കൊപ്ര വില ഉയർത്തി ശേഖരിക്കാൻ അവർ താൽപര്യം കാണിച്ചില്ല. അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന വിപണിയിൽ US, യൂറോപ്യൻ ബയ്യർമാർ തിരിച്ചെത്തി. അവധിക്കാലത്തിന് ശേഷമുള്ള തിരിച്ചുവരവ് പുത്തൻ ഉണർവുണ്ടാക്കും. പല രാജ്യങ്ങളിലും മുളക് സ്റ്റോക്ക് ചുരുങ്ങിയതിനാൽ വിലക്കയറ്റ സാധ്യതയുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 200 രൂപ വർദ്ധിച്ച് 64,100 രൂപയായി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ജൈവ ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതിക്ക് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷന്റെ സർട്ടിഫിക്കറ്റാണ് നിർബന്ധമാക്കിയത്. ദേശീയ ഏജൻസി ഉൽപ്പന്നങ്ങൾക്ക് ട്രാൻസാക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകും. ഇതുണ്ടെങ്കിലേ ഇനി മുതൽ ജൈവ ഉൽപ്പന്നം എന്ന പേരിൽ കയറ്റുമതി അനുവദിക്കൂ. 2030 ജൈവ ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി $2 ബില്യൺ എത്തിക്കുകയാണ് ലക്ഷ്യം. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന്റെ സർക്കുലറിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിബന്ധനകൾ അനുസരിച്ചായിരിക്കണം ജൈവ വസ്തുക്കളുടെ ഉൽപ്പാദനവും സംസ്കരണവും. പാക്കു ചെയ്യുന്നതിലും ലേബൽ പതിക്കുന്നതിലുമെല്ലാം ചട്ടങ്ങൾ പാലിക്കണം. ഏപ്രിൽ-നവംബർ കാലയളവിൽ മേഖലയിലെ കയറ്റുമതിയിൽ 40% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. അതായത് $456 മില്യൺ കയറ്റുമതി നടന്നു. US, യൂറോപ്യൻ യൂണിയൻ, കാനഡ, UK, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റ് എന്നീ രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ജൈവ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്ത് പച്ചക്കറി വില കുറഞ്ഞു. അനുകൂല കാലാവസ്ഥയും മെച്ചപ്പെട്ട വിളവെടുപ്പും വിലയിടിവിന് കാരണമായി. ഭക്ഷ്യവിലപ്പെരുപ്പം 2024 ഒക്ടോബറിലെ 13.54% താരതമ്യം ചെയ്യുമ്പോൾ 2024 നവംബറിൽ 8.63% കുറഞ്ഞു. മൊത്തവില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 2024 നവംബറിൽ 2.4% നിന്ന് 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1.89% കുറഞ്ഞിട്ടുണ്ട്. മിക്ക പച്ചക്കറികൾക്കും അവലോകന കാലയളവിൽ വില കുറഞ്ഞു. ചില പച്ചക്കറികളുടെ ചില്ലറ വിലയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഉള്ളി, ഉരുളക്കിഴങ്ങ്, തക്കാളി തുടങ്ങിയ പച്ചക്കറികളുടെ ചില്ലറ വിൽപ്പന വില 1 വർഷം മുമ്പുള്ളതിനേക്കാൾ ഉയർന്നതാണ്. എങ്കിലും ഇത് താൽക്കാലികമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രതിമാസ ശരാശരിയിൽ ഈ വർഷത്തെ പച്ചക്കറി വിലപ്പെരുപ്പം 26.9%. 2022 മഹാമാരി വർഷത്തിൽ ശരാശരി പച്ചക്കറി വിലപ്പെരുപ്പം 17%. പച്ചക്കറി വിലക്കയറ്റത്തിൽ മിതത്വം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തക്കാളിയുടെ വില വർധന 2 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണെന്ന് വിലയിരുത്തപ്പെടുന്നു. 2024 ഡിസംബറിൽ തുടർച്ചയായി 2ാം മാസവും ഉള്ളിവില കുറയുന്നത് തുടർന്നു. എന്നാൽ ഉരുളക്കിഴങ്ങിന്റെ വില 51.9% കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മണ്ണിനെ ശുദ്ധീകരിക്കുകയും വിളവ് 50% വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ബാക്ടീരിയകളെ കണ്ടെത്തി. IIT ബോംബെയിലെ ഗവേഷകരാണ് ശ്രദ്ധേയമായ ഈ കണ്ടുപിടുത്തം നടത്തിയത്. മണ്ണിന്റെ മലിനീകരണം പരിഹരിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നൂതനമായ പരിസ്ഥിതി സൗഹൃദ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയിലെ ഗവേഷകർ. എൻവയോൺമെന്റൽ ടെക്നോളജി ആൻഡ് ഇന്നോവേഷനിൽ പ്രസിദ്ധീകരിച്ച അവരുടെ സമീപകാല പഠനം സസ്യങ്ങളുടെ ആരോഗ്യവും വളർച്ചയും ഒരേ സമയം പ്രോത്സാഹിപ്പിക്കുന്നതിനിടയിൽ മണ്ണിലെ ദോഷകരമായ മലിനീകരണങ്ങളെ തകർക്കാനുള്ള പ്രത്യേക ബാക്ടീരിയകളുടെ കഴിവ് എടുത്തുകാണിക്കുന്നു.
ഈ ഇരട്ട സമീപനം രാസകീടനാശിനികൾക്കും വളങ്ങൾക്കും സുസ്ഥിരമായ ഒരു ബദൽ നൽകുന്നു. ആരോഗ്യകരമായ മണ്ണിനും ശക്തമായ വിളകൾക്കും വഴിയൊരുക്കുന്നു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, തുണിത്തരങ്ങൾ, പെട്രോളിയം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള കീടനാശിനികളിലും വ്യാവസായിക ഉപോൽപ്പന്നങ്ങളിലും സാധാരണയായി കാണപ്പെടുന്ന ആരോമാറ്റിക് സംയുക്തങ്ങൾ, വിഷമലിനീകരണം മൂലമുണ്ടാക്കുന്ന മണ്ണ് മലിനീകരണം എന്നീ വിഷയങ്ങളിൽ ഗവേഷണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ സംയുക്തങ്ങളിൽ വളരെ വിഷാംശം അടങ്ങിയിരിക്കുന്നു. ഇത് ചെടികളുടെ വളർച്ച, വിളവ് എന്നിവയെ ബാധിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പരമ്പരാഗത രീതികളായ രാസചികിത്സകളും മണ്ണ് നീക്കം ചെയ്യലും ചെലവേറിയതും ഫലം കുറഞ്ഞതുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 189, RSS 5 185, ലാറ്റക്സ് 132, ജാതിക്ക 360, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾഡ് 66,100, കുരുമുളക് അൺഗാർബിൾഡ് 64,100, ഏലക്ക 3000 മുതൽ 3100 വരെ, വെളിച്ചെണ്ണ 22,100, കൊപ്ര 17,400, ചുക്ക് 32,500.